ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റവ കേസരിയാണ്. ഈ ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് റവ കേസരി വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നേക്കല്ലേ. നിങ്ങൾ ലൈക്ക് ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് വീണ്ടും വീണ്ടും പുതിയ വിഭവങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാനുള്ള ഊർജം എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ലൈക്ക് പ്ലീസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റവ കേസരി തയ്യാറാക്കുന്നതിന് നമുക്കാദ്യം ഒരു ഉരുളി അടുപ്പിൽ വെച്ച് തീ കൊടുക്കാം. ഇനി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നെയ്യൊന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി വറുത്തെടുക്കണം. തീ കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും നല്ലവണ്ണം വറുത്തെടുക്കാം. കണ്ടോ, ഇതിപ്പോ അണ്ടിപ്പരിപ്പും മുന്തിരിയും നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ റവമാവ് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഞാൻ വറുത്ത റവയാണ് വാങ്ങിയത്. എന്നാലും കേസരി തയ്യാറാക്കാൻ നമ്മൾ റവമാവ് നെയ്യിൽ വറുത്തെടുക്കണം കേട്ടോ. എന്നാലേ കേസരി നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഞാൻ എടുത്തത് 1/2 കിലോ റവയാണ്. 1/2 കിലോ റവ ഞാൻ അളക്കുന്ന കപ്പിൽ 1.5 കപ്പ് ഉണ്ടായിരുന്നു. നമുക്കിത് നെയ്യിൽ നല്ലവണ്ണം ഇളക്കി വറുത്തെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൈയെടുക്കാതെ നല്ലപോലെ ഇളക്കി വറുത്തെടുക്കണം. നമ്മളിത് വറുക്കുമ്പോൾ റവ കരിഞ്ഞു പോകാതെയും ശ്രദ്ധിക്കണം കേട്ടോ. ഇതിപ്പോ ഏകദേശം മുരിഞ്ഞ് വരുന്നുണ്ട്. 5 മിനിറ്റ് ആയി കേട്ടോ. റവ നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. നമുക്കിനി കേസരി തയ്യാറാക്കുന്നതിന് വേണ്ടി അതേ ഉരുളി തന്നെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് റവ അളന്ന അതേ കപ്പിൽ 4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. 1.5 കപ്പ് റവ ഉണ്ടായിരുന്നു, അതായത് 1/2 കിലോ. അപ്പൊ ഈ 1.5 കപ്പ് റവയ്ക്ക് അതേ കപ്പിൽ തന്നെ 4 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തു. നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് വെള്ളം തിളപ്പിക്കാം. ഞാനിതിൽ കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. റവയുടെ കളറിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. കളറൊന്നും ചേർത്തില്ലെങ്കിലും ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേസരി തയ്യാറാക്കുന്നത്. ഇതിപ്പോ വെള്ളം തിളച്ചു തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവമാവ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ വറുത്ത റവമാവ് വെള്ളത്തിൽ കുറേശ്ശെ ഇട്ടാണ് ഇളക്കി കൊടുക്കാൻ കേട്ടോ. ഇല്ലെങ്കിൽ മാവ് കട്ട പിടിക്കും. ഇത് കണ്ടോ, 1-2 കട്ട ഇതിലും വന്നിട്ടുണ്ട്. അത് സാരമില്ല, നല്ലപോലെ ഇളക്കുമ്പോൾ ഉടഞ്ഞു വരും. കൈയെടുക്കാതെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. റവ വെന്ത് വരുമ്പോൾ വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കും കേട്ടോ. അതുകൊണ്ട് തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. ഇത് കണ്ടോ, വെള്ളമൊക്കെ നല്ലവണ്ണം വലിച്ചെടുത്തിട്ട് ഡ്രൈ ആയി വരുന്നുണ്ട്. ഇതിപ്പോ റവയൊക്കെ വെന്ത് നല്ല പരുവമായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ മാവളന്ന കപ്പിൽ അതേ അളവിൽ തന്നെയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് പഞ്ചസാര. ഇനി നമുക്ക് ഈ പഞ്ചസാര കൂടി റവയിലേക്ക് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര ഈ റവയിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ വീണ്ടും റവ ലൂസായി വരും. കണ്ടോ, റവ മാവ് നല്ല ലൂസായി. ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ഇളക്കി ടൈറ്റ് ആക്കി എടുക്കണം. ഈ പഞ്ചസാര ആദ്യമേ ചേർക്കരുത് കേട്ടോ. ആദ്യമേ ചേർത്താൽ റവ വെന്ത് കിട്ടില്ല. പഞ്ചസാരയിൽ പതഞ്ഞ് കിടക്കുകയുള്ളൂ. റവ നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയാണ് വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഏലക്കപ്പൊടി കൂടി ചേർക്കുമ്പോൾ നമ്മൾ കേസരിക്ക് നല്ല മണവും ഏലക്കയുടെ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. നമുക്കിത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം. ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് ചേർത്താൽ മാത്രമേ നമുക്ക് റവ കേസരിയുടെ ടേസ്റ്റ് കറക്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ. ഇതിങ്ങനെ ഇളക്കുന്ന സമയത്ത് നെയ്യ് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നെയ്യ് വീണ്ടും കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേസരി തയ്യാറായിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല സ്വാദിഷ്ടമായ റവ കേസരി തയ്യാറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പമാണ് റവ കേസരി തയ്യാറാക്കാൻ. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ വീട്ടിൽ തന്നെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ റവ കേസരി തയ്യാറാക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ചേർത്ത മധുരം കറക്റ്റ് ആണ് കേട്ടോ. നമ്മൾ എടുക്കുന്ന മാവിന്റെ അതേ അളവിൽ പഞ്ചസാര എടുത്താൽ മതി. ഇനി മധുരം കുറവ് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം. എന്നാലും റവ കേസരിക്ക് അതിൻ്റെതായ ഒരു മധുരം വേണം കേട്ടോ. എന്നാലേ ആ കേസരിയുടെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇതിലിപ്പോ കളറില്ല എന്നുള്ളതേ ഉള്ളൂ. മഞ്ഞ, ചുമപ്പ് എന്നീ കളറില്ല. എന്നാൽ ടേസ്റ്റ് എല്ലാം സെയിം ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെ റവ കേസരി തയ്യാറാക്കണേ. വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോ ലൈക്കും എൻ്റെ വീഡിയോയ്ക്ക് വിലപ്പെട്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുവാനും മറന്നേക്കല്ലേ.
പുതുതായി ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ.